ഹായ് ഓൾ. ഇന്ന് നമ്മൾ CSIR നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടോപ്പിക്സാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നോക്കൂ, ഇന്ന് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഇത് നെറ്റിൻ്റെ സിലബസാണ് കേട്ടോ. നെറ്റിൻ്റെ സിലബസിൽ റിജിഡ് ബോഡി ഡൈനമിക്സ് നമ്മൾ ഓൾറെഡി കണ്ടു, അല്ലെങ്കിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പാർട്സ് എന്തോ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസറിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ സിലബസ് നോക്കൂ. ഗേറ്റിൻ്റെ സിലബസിലും ഈ സെയിം ടോപ്പിക്സൊക്കെ തന്നെയാണ്. അതിൽ നമ്മൾ നോക്കുന്നത് ടോർക്ക് ഫ്രീ മോഷൻ ഓഫ് റിജിഡ് ബോഡി ഡൈനമിക്സ്, അതായത് ഇനേർഷ്യ ടെൻസർ, ഇത്രയും കാര്യങ്ങളാണ്. റിജിഡ് ബോഡി ഡൈനമിക്സ്, ഇനേർഷ്യ ടെൻസർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനേർഷ്യ ടെൻസറും അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കായിരിക്കും നോക്കുന്നത്. ഇതിൽ നമ്മൾ ഡിയലംബേർട്സ് പ്രിൻസിപ്പിളും ലഗ്രാഞ്ചൻസ് ഇക്വേഷൻ, ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്ക് കുറച്ച് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സെൻട്രൽ ഫോഴ്സ് മോഷൻ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ചെയ്ത് കഴിയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ഇതിലൊരു ടോപ്പിക്കായിട്ടുള്ള ഇനേർഷ്യ ടെൻസറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇനേർഷ്യ ടെൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നോക്കൂ, നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ റൊട്ടേഷണൽ ഡൈനമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. റൊട്ടേഷണൽ ഡൈനമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നോക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണമായിരുന്നു നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ച് പറഞ്ഞത്, റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യത്തെ പാർട്ടുകളിൽ കണ്ടു, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും ആ സെൻറ്റൻസിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് നമുക്ക് അറിയണം. അതായത് ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു റൊട്ടേറ്റ് ആൻ ഒബ്ജക്റ്റ് എബൌട്ട് എ ഗിവൺ ആക്സസ്. അതായത് ഒരു റിജിഡ് ബോഡീനെ ഇപ്പോൾ ഒരു ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ, ആ റിജിഡ് ബോഡീനെ ഒരു പെർട്ടിക്കുലർ ആക്സസിൽ വെച്ച് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ എന്തുമാത്രം ഡിഫിക്കൽറ്റി ആയിരിക്കും ഉണ്ടാകുക. ആ ഡിഫിക്കൽറ്റിയുടെ മെഷറാണ് ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇതാണ് ഫിസിക്സിൻ്റെ കൺസെപ്റ്റ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പം സത്യം പറഞ്ഞ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ? ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണോ? ആക്ച്വലി ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, റെസിസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത് അല്ലേ. ഇനേർഷ്യ എന്ന് പറയുന്നത് ടെൽസ് ഹൗ മച്ച് ആൻ ഒബ്ജക്റ്റ് റെസിസ്റ്റ് അല്ലേ. ഇപ്പം നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റൊട്ടേഷനെ ബേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മിസ്സിന് പറയാൻ പറ്റും, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ടെൽസ് ഹൗ മച്ച് ആൻ ഒബ്ജക്റ്റ് റെസിസ്റ്റ് റൊട്ടേഷൻ അല്ലേ. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഓർത്തോണം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ? ടെൽസ് ഹൗ മച്ച് ആൻ ഒബ്ജക്റ്റ് റെസിസ്റ്റ് റൊട്ടേഷൻ. അപ്പോൾ എന്തുമാത്രം ഡിഫിക്കൽട്ടായിട്ടാണ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷനെ തടയുന്നു. റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ റൊട്ടേഷനെ തടയുന്നു. ഇപ്പോൾ നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്താൽ, ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാരണം നമുക്ക് ആ റിജിഡ് ബോഡിയുടെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെൻറ്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്സസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റിജിഡ് ബോഡീനെ വേറൊരു ആക്സസിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അതെന്തുകൊണ്ടാണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാരണം അതിന് സ്വന്തമായിട്ട് ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ടൊരു കഴിവുണ്ട്. അപ്പം നമ്മൾ പറയില്ലേ, എക്സ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കൺസെപ്റ്റ് അല്ലേ. അതായത് ഒരാൾക്ക് ഭൂമിയുടെ വെളിയിലേക്ക് പോകണമെങ്കിൽ
അത്രയും അപ്പം പുറത്തേക്ക് പോകേണ്ട അത്രയും വെലോസിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയെക്കാട്ടിൽ കൂടുതൽ വെലോസിറ്റി കൊടുത്താൽ മാത്രമേ ഒരു വസ്തുവിന് സ്പേസിലേക്ക് പോകാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആണോ ആ വാക്കെന്ന് നമുക്ക് പറയാം. സപ്രസ് ചെയ്യാമെന്ന് നമുക്ക് പറയണ്ട. പക്ഷേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അവിടെ ഒരു റെസിസ്റ്റൻസ് എന്താണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിലാണ്. ഇപ്പോൾ റൊട്ടേഷനിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, റൊട്ടേഷണൽ ഡൈനമിക്സിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എത്രമാത്രം റെസിസ്റ്റൻസ് ആയിരിക്കും ആ റിജിഡ് ബോഡി ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ മെഷറാണ് ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് സ്കെയിലാർ ടേം നമുക്കറിയാം. സ്കെയിലാർ ടേം എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് റൊട്ടേഷണൽ ഇനേർഷ്യ. ഒന്നുകിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സസ് എന്ന് പറയാം, വൺ ഡയമെൻഷൻ, അല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയാം. അതേസമയം ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണ്? ഇന്ന് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ചല്ല പഠിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ചല്ല, പകരം ഇനേർഷ്യ ടെൻസറിനെ കുറിച്ചാണ്. ഇനേർഷ്യ ടെൻസർ. അപ്പോൾ എന്തിനാണ് ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉള്ള സ്ഥിതിക്ക്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിലുണ്ട്, ഇനി എന്തിനാ ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, മിസ്സ് പറഞ്ഞു ഒരു സ്കെയിലാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഓൾറെഡി ഉണ്ട്. സ്കെയിലാർ, ഇത് ടെൻസർ ആണല്ലോ, ടെൻസർ. ഇത് നമുക്ക് ഓൾറെഡി ഒരു സ്കെയിലാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ നോർമൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സസ്. അതേസമയം 3D ഒബ്ജക്ട്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് ആക്സസിൽ കൂടെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത് എബൌട്ട് എ ഫിക്സ്ഡ് ആക്സസ് അല്ലെങ്കിൽ എബൌട്ട് എ ഫിക്സ്ഡ് ആക്സസ് എന്നാണ്. അതായത് ഒരു ആക്സസിൽ കൂടെയുള്ള റൊട്ടേഷനെയാണ്. ആ ആക്സസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻ സ്കെയിലാർ ടേമിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. സ്കെയിലാർ ടേമിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ഒരു ഫിക്സ്ഡ് ആക്സസിലാകുമ്പോൾ ഉള്ളതാണ് സ്കെയിലാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതേസമയം 3D ഒബ്ജക്ട്സിനെ എടുത്ത് നോക്കിയാൽ 3D ഒബ്ജക്ട്സിൻ്റെ റൊട്ടേഷൻ ഒരു ഫിക്സ്ഡ് ആക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പല പല ആക്സസിലായിരിക്കും. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്സസ് അടുത്ത ടൈം ആകുമ്പോൾ വേറൊരു ആക്സസിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഇന്നതാണ് അതിൻ്റെ ആക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതികൾക്ക് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ ശരിക്കും ഇനേർഷ്യ ടെൻസറാണ് യൂസ് ചെയ്യേണ്ടത്. ഇനേർഷ്യ ടെൻസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം 3D ഒബ്ജക്ട്സിൻ്റെ കേസ് വരുമ്പോഴാണ് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നൊരു പുതിയ ടേം അവിടെ ഉണ്ടാകുക. അതിനു മുമ്പ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാത്രം കൺസിഡർ ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയാനുള്ളത്? ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, ഓക്കെ, അപ്പം നമുക്കിനിയും നോട്ട്സിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോവാം. അപ്പം ഇനേർഷ്യ ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ റിയൽ വേൾഡിലെ ഒബ്ജക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ 3D അല്ലേ? റിയൽ ഒബ്ജക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ 3D ഒബ്ജക്ട്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വെറുതെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വെച്ച് പറയാൻ പറ്റില്ല. പകരം നമുക്ക് ഇനേർഷ്യ ടെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇൻ 3D ഒബ്ജക്ട്സ് ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് എനി ആക്സസ്, നോട്ട് ജസ്റ്റ് വൺ. സോ വി നീഡ് സംതിങ് മോർ പവർഫുൾ ദാൻ എ സ്കെയിലാർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് പോകേണ്ടത്, ഓക്കെ, നമുക്ക് നോക്കൂ. ആദ്യം ഇനേർഷ്യ ടെൻസറാണ്. ഇനേർഷ്യ ടെൻസറിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്.
ഇനേർഷ്യ എന്ന് പറയുന്നത് ഇത് എഴുതിയെടുക്കണമെന്നില്ല, ഇത് കൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇനേർഷ്യ ടെൻസർ എന്താണെന്ന് നോക്കൂ. അതിന് മുമ്പ് ഇനേർഷ്യ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു റെസിസ്റ്റൻസ് ആണ് ടു ചേഞ്ച് ഇൻ മോഷൻ, അല്ലേ? മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ഒരു തടസ്സമാണ് ശരിക്കും ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ലീനിയർ മോഷനിൽ ഓക്കെ, അപ്പോൾ ലീനിയർ മോഷൻ ആണെങ്കിൽ മാസ് എം റെസിസ്റ്റ് ആക്സിലറേഷൻ, അതായത് അതായത് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അപ്പോൾ ലീനിയറായിട്ടുള്ളൊരു മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യും, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്ന ഒരു മോഷനാണെന്ന് വിചാരിച്ചു. അവിടെ റൊട്ടേഷൻ ഒന്നുമില്ല കേട്ടോ, കറങ്ങുമൊന്നുമല്ല. ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു ലീനിയറായിട്ട് പോകുന്ന മോഷനിൽ ശരിക്കും, അപ്പോൾ ലീനിയർ മോഷനിൽ നമ്മൾ റൊട്ടേഷൻ അല്ല പറയുന്നത്, വേഗതയാണ് പറയുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ അവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പീഡിൽ പോകണം എന്നുദ്ദേശിക്കുന്ന ആ ഒരു ഘടകത്തെ ലീനിയർ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് എന്തായിരിക്കും? മാസ് ആയിരിക്കും. അതായത് ഭാരം കൂടിയ ഒരു വസ്തു അല്ലെങ്കിൽ മാസ് കൂടിയ ഒരു വസ്തുവിനെ നമ്മൾ അധികം ഫോഴ്സ് കൊടുത്ത് മാത്രമേ മുമ്പിലേക്ക് ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ റെസിസ്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് മാസ്സാണ്. അതേസമയം മാസ് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നല്ലൊരു ഫോഴ്സ് അല്ലെങ്കിൽ കുറഞ്ഞ ഫോഴ്സ് ഉപയോഗിച്ച് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുതന്നെയാണ് പറഞ്ഞത് എ ഹെവിയർ ഒബ്ജക്റ്റ് ഈസ് ഹാർഡർ ടു പുഷ്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള മോഷനിൽ എപ്പോഴും ആക്സിലറേഷനെ തടസ്സപ്പെടുത്തുന്നത് മാസ്സായിരിക്കും. അതേസമയം റൊട്ടേഷണൽ മോഷൻ, ഒരു റിജിഡ് ബോഡി അല്ലെങ്കിൽ എനിത്തിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് ആംഗുലാർ മോഷൻ. ദിസ് റെസിസ്റ്റൻസ് ഈസ് ഓക്കെ. അപ്പോൾ അവിടെ ആംഗുലാർ മോഷനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ മാസിനെ ആയിരുന്നു. ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ശരിക്കും ഒരു ആംഗുലാർ മോഷനാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ആംഗുലാർ മോഷനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നൊരു ബോഡി ആരെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ആംഗുലാർ മോഷനെയാണ്. അതെന്തുമാത്രം റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്, ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ് എന്നതിൻ്റെ അർത്ഥം നമുക്കതിനെ ചേഞ്ച് ചെയ്യിക്കാൻ പാടാണ്. അപ്പോൾ കൂടുതൽ എന്തൊക്കെയോ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിനെ വേറൊരു സ്പീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനോ വേറൊരു ആക്സസിലേക്ക് കൺവേർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിക്കാനോ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ മിസ് കൊടുത്തിട്ടുണ്ട്. ഒരു റോഡ് ഈസ് ഈസിയർ ടു സ്പിൻ അറൗണ്ട് വൺ എൻഡ് ദാൻ എബൌട്ട് ഇറ്റ് സെൻറ്റർ. അതായത് ഒരു റോഡിനെ ഒരു എൻഡിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ സ്പിൻ ചെയ്യിക്കാനായിരിക്കും എളുപ്പം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളത് ഒന്ന് ഇമാജിൻ ചെയ്താൽ പറ്റും. അല്ലെങ്കിൽ ഒരു റോഡിനെ നമുക്ക് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ സ്പിൻ ചെയ്യിക്കാനായിരിക്കും എളുപ്പം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പ്രയാസമായിരിക്കും ഒരു റോഡിനെ. ഓക്കെ, അതാണ്. അപ്പോൾ മിസ്സ് പറഞ്ഞല്ലോ, ഒരു കൺസെപ്റ്റൂടെ മിസ്സ് പറഞ്ഞുതരാം. മിസ്സ് പറഞ്ഞുവല്ലോ ചിലതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പ്രയാസമാണ് റൊട്ടേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തുമാത്രം റെസിസ്റ്റൻസിൻ്റെ മെഷറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റെസിസ്റ്റൻസിൻ്റെ മെഷർ വരാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തടസ്സം വരാൻ കാരണം എന്ന് വെച്ചാൽ ഓൾ ഡിപ്പെൻഡ് ഓൺ മാസ് കാരണമാണ്. കാരണം നമുക്കറിയാം നമുക്ക് ഫസ്റ്റ് പാർട്ടി നമ്മൾ പഠിച്ചു റിജിഡ് ബോഡീസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഡിസ്ട്രിബ്യൂഷൻ എബൌട്ട് ആൻ ആക്സസിനെയും പിന്നെ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഓക്കെ, മാസ് ഡിസ്ട്രിബ്യൂഷനെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, മാസ് ഡിസ്ട്രിബ്യൂഷനെ എന്താണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഓറിയൻറ്റേഷനെ ആയിരിക്കാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആക്സസ് ഓഫ് റൊട്ടേഷൻ. അപ്പം മാസ് ഡിസ്ട്രിബ്യൂഷനെയും അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്യുന്ന ആക്സസിനെ മാത്രമേ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? ഇപ്പം മാസ് സെൻറ്റർ ഓഫ് മാസ് കൂടെ ആണ് നമ്മളൊരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതും അല്ലാതെ വേറൊരു പോയിൻ്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതും തമ്മിൽ വ്യത്യാസം വരും. അത് നമുക്ക് പ്രോബ്ലത്തിൽ മനസ്സിലാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത് ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഇതുവരെ നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഇനി എന്താ ഇനേർഷ്യ ടെൻസർ? ഞാൻ പറഞ്ഞു 3D ഒബ്ജക്ട്സിൻ്റെ കേസിലാണ് ഇനേർഷ്യ ടെൻസേഴ്സ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനേർഷ്യ ടെൻസേഴ്സ് വരുന്നത് 3D ഒബ്ജക്ട്സിൻ്റെ കേസിലാണെന്ന് മിസ് പറഞ്ഞു.
അപ്പോൾ ഇനേർഷ്യ ടെൻസർ എന്താണെന്ന് നോക്കൂ. ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് വേർഷനാണ്. നമ്മൾ മെട്രിക്സിൻ്റെ രൂപത്തിൽ എഴുതുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത്. ദ ഇനേർഷ്യ ടെൻസർ ഈസ് ദ മെട്രിക്സ് വേർഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു മെട്രിക്സ് വേർഷനാണ്. കണ്ടോ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ മെട്രിക്സിൽ എഴുതുന്നത് തന്നെയാണ്. ദാറ്റ് അപ്ലൈസ് ടു റിജിഡ് ബോഡി റൊട്ടേഷൻ ഇൻ 3D. അപ്പോൾ 3 ഡയമെൻഷനിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് വൺ വാല്യൂ ലൈക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പറഞ്ഞു, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് പോയിൻ്റ് മാസുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I=mr². നോർമലി 1 ഡയമെൻഷനിൽ നമുക്ക് അങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ 3 ഡയമെൻഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കേസ് വരുമ്പോൾ അവിടെ നമ്മൾ 3x3 മെട്രിക്സ് ആയിരിക്കും. ഇത് 3x3 മെട്രിക്സ് ആണ്. അപ്പം 3x3 എന്ന് വെച്ചാൽ 3 റോയും 3 കോളവും അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ഉപയോഗിച്ച് മാത്രമേ ഇതിനെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു 1 ഡയമെൻഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു ഡയമെൻഷൻ ആണെങ്കിൽ, നോർമൽ ഡയമെൻഷൻ ഇൻ ദ സെൻസ് 1 ഡയമെൻഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, I=mr². അപ്പോൾ അതിൽ നമ്മൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഒക്കെ തന്നെ പഠിച്ചു. അപ്പോൾ 3D എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇനേർഷ്യ ടെൻസേഴ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ ടെൻസർ ബിക്കോസ്, അപ്പോൾ ഇതിനെ നമ്മളൊരു ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ഹൗ മാസ് ഇസ് സ്പ്രെഡ്. മീൻസ് പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ആക്സസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ റൊട്ടേഷൻ പറയുന്നത്, അവിടെ എങ്ങനെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചാണ് ശരിക്കും ഇനേർഷ്യ അല്ലെങ്കിൽ ഈ ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആ ക്വാണ്ടിറ്റിയുടെ ആ പാരാമീറ്ററിൻ്റെ മെഷർമെൻറ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇനേർഷ്യ ടെൻസറിനെ നമ്മൾ എന്തുകൊണ്ടാണ് ടെൻസർ എന്ന് പറയുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് എ ടെൻസർ ബിക്കോസ് ഇതൊരു കോർഡിനേറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. മൾട്ടി ഡയറക്ഷനാലിറ്റി അതിനുണ്ട്. പല ആക്സസിൽ കൂടെ ഉള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ മെഷർ നമുക്ക് കിട്ടും. അപ്പോൾ മൾട്ടി ഡയറക്ഷണലാണ്. അതുപോലെ തന്നെ ഫ്രെയിംസിൽ കൂടെ നമുക്ക് ബിറ്റ്വീൻ ഫ്രെയിംസിൽ നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്രയും കൺസെപ്റ്റ് ഓർത്തിരുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്, വൈ ഡു വി നീഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 3D ഡയമെൻഷനിൽ റൊട്ടേഷൻ ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആക്സസിൽ കൂടെ ആയിരിക്കത്തില്ല. ദിസ് വേർഡ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് കൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കിയാൽ ഇത് പഠിച്ചു കഴിഞ്ഞു, ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് 3D ഡയമെൻഷനിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആക്സസിൽ കൂടെ അല്ല. ആക്സസ് മാറി മാറി വരാം. ഒരു 1 ഡയമെൻഷണൽ സിസ്റ്റം എടുക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇത് ഇന്ന ആക്സസിൽ കൂടെ മാത്രമേ റൊട്ടേഷൻ നടന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഐ ക്യാൻ യൂസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സ്കെയിലാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഹിയർ. ബട്ട് ഇൻ ദ 3D കേസസ് യു ഹാവ് ടു അനലൈസ് ഏതൊക്കെ ആക്സസിൽ കൂടെയാണത് നടന്നേക്കണത്. സോ അവിടെ നമ്മൾ എന്തെടുക്കണം, ഇനേർഷ്യ ടെൻസർ എടുക്കുക. അപ്പം ക്യാൻ റൊട്ടേറ്റ് അറൗണ്ട് എനി ആർബിട്രറി ആക്സിസ്. ഓക്കെ, അപ്പം ക്യാൻ ഹാവ് മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് അതായത് നോൺ സിമെട്രിക്കലായിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇനേർഷ്യ ടെൻസർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത്രയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വീണ്ടും എഴുതിയേക്കുവാണ്. We can't just use scalar moment of inertia anymore, but we need a tool that captures rotation and mass distribution in all direction. ഇനി നമുക്ക് വി കാൺട്ട് എന്ന് വെച്ചാൽ 3 ഡയമെൻഷൻ്റെ കേസിൽ നമുക്ക് സ്കെയിലാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു പുതിയ ടൂൾ ഉപയോഗിക്കണം. ആ ടൂൾ എന്തൊക്കെ ചെയ്യണം, ദാറ്റ് ക്യാപ്ചേഴ്സ് റൊട്ടേഷനും മാസ് ഡിസ്ട്രിബ്യൂഷനും എല്ലാ ഡയറക്ഷനിലും. ഇപ്പോൾ Y ആണെങ്കിലും X ആണെങ്കിലും Z ആണെങ്കിലും ഇത് പോകുന്ന എല്ലാ ഡയറക്ഷനിലും, റൊട്ടേഷൻ നടക്കുന്ന എല്ലാ ഡയറക്ഷനിലും അതിൻ്റെ റൊട്ടേഷനും മാസ് ഡിസ്ട്രിബ്യൂഷനും അത് ക്യാപ്ചർ ചെയ്തല്ലേ, റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലേ ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നോക്കൂ. ഓക്കെ, ഇനി മിസ് പറഞ്ഞു എന്താണ് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതാണ് ആ 3x3 മെട്രിക്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, IXX ഇത് എഴുതാൻ അറിയാവോ, കാണിച്ചാൽ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ I എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഇനേർഷ്യ ടെൻസറിനെ നമ്മൾ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള I വെച്ച് റെപ്രസെൻ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ,
അപ്പോൾ ഐ ഈക്വൽ ടു, ഇത് എഴുതാൻ അറിയാവോ? എക്സ് എക്സ്, ആദ്യം എക്സ് വെച്ചിട്ടുള്ളത് എക്സ് എക്സ്, അത് കഴിഞ്ഞ് എക്സ് വൈ, അത് കഴിഞ്ഞ് എക്സ് ഇസഡ്. അടുത്ത രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് വൈയുടെ ആണ്. ആദ്യം എക്സ് വരും, പിന്നെ വൈ വരും, പിന്നെ വൈ ഇസഡ് വരും, പിന്നെ ഐ ഇസഡ് എക്സ് വരും, ഐ ഇസഡ് വൈ വരും, ഐ വൈ വരും. ഓക്കെ, മനസ്സിലായോ? ഐ ഒന്ന് എഴുതിക്കേ, എക്സ് എക്സ്, ഐ എക്സ് വൈ, ഐ എക്സ് ഇസഡ്, ഐ വൈ എക്സ്, ഐ വൈ വൈ, ഐ വൈ ഇസഡ്, ഐ ഇസഡ് എക്സ്, ഐ ഇസഡ് വൈ, ഐ ഇസഡ് ഇസഡ്. This is actually called what? Inertia tensor. ഓക്കെ, ഇതിൽ നോക്കൂ, ഐ എക്സ് എക്സ്, ഐ വൈ വൈ, ഐ ഇസഡ് ഇസഡ്, ഇതെന്താ? ഡയഗണലാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഡയഗണലായിട്ടുള്ള സംഭവം നമുക്ക് എന്താ തരുന്നതെന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് തരുന്നത്. മനസ്സിലായി? അതായത് ഇനേർഷ്യ ടെൻസർ എഴുതുന്ന സമയത്ത്, ഇപ്പോൾ ഇനേർഷ്യ ടെൻസർ നമ്മൾ എഴുതി, നമുക്ക് വാല്യൂ കിട്ടി, അതിലെ ഡയഗണൽസ് ഉണ്ടല്ലോ, ഡയഗണൽ നമ്മളിങ്ങനെ വരയ്ക്കില്ലേ, അതിലെ ഡയഗണൽസ് നമുക്ക് തരുന്നത് ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ആ സിസ്റ്റത്തിൻ്റെ എന്തായിരിക്കും മക്കളെ? ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ബാക്കി ടേംസ് ഉണ്ടല്ലോ, മിസ് ഈ ബ്ലാക്കിൽ വരയ്ക്കുന്നത്, റൗണ്ട് ചെയ്യുന്നത്, ഇവരൊക്കെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഈ മഞ്ഞയൊക്കെ എന്തായിരിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇറ്റ് സെൽഫ്. ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ തരുന്നു, അതേസമയം ബാക്കി ടേംസൊക്കെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യനെ ആയിരിക്കും തരുന്നത്. നോക്കൂ, ഇതിലെല്ലാം നെഗറ്റീവ് ഉണ്ട്. ബാക്കി ടേംസിനൊക്കെ ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസിനും നെഗറ്റീവ് സൈൻ ഉണ്ട് കേട്ടോ. നോക്കൂ, നെഗറ്റീവ്. ഓക്കെ, അപ്പം മിസ് പറഞ്ഞ എന്താണെന്ന് നോക്കിയേ, ഈ ടേബിൾ നോക്കിയേ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് എക്സ്, ഐ വൈ വൈ, ഐ ഇസഡ് ഇസഡ്, ഡയഗണൽ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണിക്കുന്നു. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെക്കണേ, ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എക്സ് എക്സ് എങ്ങനെയാണ് കാണുന്നത്? ഡിസ്ക്രീറ്റ് കേസാണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് കേസാണെങ്കിൽ മിസ് പറഞ്ഞുല്ലോ, വല്ലപ്പോഴും ഒരു മോഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് പോവല്ല. ആ സമയത്ത് MI ഇതാണ് ഇക്വേഷൻ. കണ്ടിന്യൂസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ചെയ്താൽ മതി, എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, അതായത് ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് എഴുതിയെടുക്കുക. ഇനിയും അടുത്തത് മിസ് പറഞ്ഞത് എന്താ? ബാക്കി ഭാഗങ്ങൾ, ബാക്കി കാര്യങ്ങൾ നോക്കൂ. ഇവരെല്ലാവരും ഡയഗണൽ അല്ലാത്ത ഇവരെല്ലാവരും എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യയാണ്, ഇനേർഷ്യയുടെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അവരെ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നോക്കൂ, ഐ എക്സ് വൈ ഈക്വൽ ടു ഐ വൈ സെഡിനെ എല്ലാത്തിനും ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട് നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നതെന്ന്. ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് ഇത് പറഞ്ഞേക്കുന്നതിനെ മിസ് കൺസെപ്റ്റ് പറയാണ്. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെയാണ് തരുന്നത്. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഐ എക്സ് എക്സ്, ഐ വൈ വൈ, ഐ ഇസ് എഡ് ഒഴിച്ച് ബാക്കി എല്ലാം ഓഫ് ഡയഗണലാണ്. അത് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യനെയാണ് തരുന്നത്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു സിസ്റ്റം തന്നാൽ, 3D സിസ്റ്റം അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി തന്നാൽ, അതിൻ്റെ എന്താണ് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പൈ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ എഴുതേണ്ടതെന്ന്, ഒമേഗ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സെറ്റിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ കൺസെപ്റ്റൂടെ പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളാദ്യം കൺസെപ്റ്റ് പഠിക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കഴിഞ്ഞു. അതിനുശേഷം മിസ് പറഞ്ഞത് ഇനേർഷ്യ ടെൻസേഴ്സിനെ കുറിച്ചും പറഞ്ഞു. ഇനി അപ്പോൾ നമുക്കുള്ളത് എന്താണ്? ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസും കൂടെ നോക്കാം. ശരിക്കും പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ MSc പഠിക്കുന്നതാണ് കേട്ടോ. MSc ഡിഗ്രിയിലും ഉണ്ടെന്ന് തോന്നുന്നു,
മിസ്സിന് ഓർമ്മയില്ല. MSc ഏതായാലും ഉണ്ട്, പഠിക്കുന്നുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. എനിവേ, പ്രിൻസിപ്പൽ ആക്സസ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടു, പ്രിൻസിപ്പൽ ആക്സസ് എന്താണെന്നാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സസ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് പറയേണ്ടത്? അതൊരു സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സസ് ആണല്ലോ, അപ്പോൾ ആ പേരിൽ തന്നെ ആക്സസ് ആണ് എന്ന് വെച്ചാൽ അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനാണ്. എന്താണേലും ആക്സസ് ആണ്, അപ്പോൾ അത് ഡയറക്ഷനാണ്. പിന്നെ പ്രിൻസിപ്പിൾ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം അതൊരു എന്താ പറയുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ആയിരിക്കും. പേരിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. ആക്സസ് ആണ്, അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനാണ്. പിന്നെ പ്രിൻസിപ്പിൾ ആക്സസ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്പെസിഫിക് ഡയറക്ഷനാണ് ശരിക്കും. അതായത് സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള ഒരു സ്പെസിഫിക് എന്താണ് ആ ഒരു ഡയറക്ഷനാണ് വേർ ദ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ബിക്കം സീറോ. അതായത് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ സീറോ ആകുമ്പോൾ ഉള്ള ആ സ്പെസിഫിക് ഡയറക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പൽ ആക്സസിൽ ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത് ബിക്കം ഡയഗണൽ. മനസ്സിലായോ? നോക്കിക്കേ, ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വഴിയാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുമ്പോൾ നോക്കൂ, പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുമ്പോൾ നോക്കൂ, വേണ്ടേ ഒന്നുകൂടെ മിസ് പറയാവേ. നമുക്ക് ഇനേർഷ്യ ടെൻസർ എടുക്കാം. ഈ ഇനേർഷ്യ ടെൻസറിൻ്റെ ഡയഗണൽസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോ ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെ എഴുതാം? നോക്ക്, മിസ് എഴുതാവേ. നോക്കിക്കേ, ഓക്കെ, നോക്കൂ, നമുക്കറിയാം IXX, IXY, IXZ, IYX, IYY, IYZ, IZX, IZY, IZZ. ഇതാണ് ഇനേർഷ്യ ടെൻസർ. ഈ ഇനേർഷ്യ ടെൻസറിൽ നിന്ന് ഞാൻ എൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ മാത്രം എടുത്തെഴുതുവാണ്. ബാക്കിയെല്ലാം സീറോ ആയിപ്പോയി. 0 IYY 0 0 0 IZZ. മെട്രിക്സ് വരയ്ക്കണേ. ഇപ്പോഴും ഇതൊരു 3x3 മെട്രിക്സ് അല്ലേ? ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഇതാണ് ശരിക്കും പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത് ഇനേർഷ്യ ടെൻസർ ബിക്കംസ് ഡയഗണൽ എന്ന് വെച്ചാൽ ഇതാണ് ഇനേർഷ്യ ടെൻസർ ഇപ്പോൾ ഡയഗണലായി എന്ന് വെച്ചാൽ ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ. ഓക്കെ, വേർ ദ പ്രൊഡക്ട്സ് ഓഫ് ഇനേർഷ്യ ഇതൊക്കെ പ്രൊഡക്ട്സ് ഓഫ് ഇനേർഷ്യ അല്ലേ? ഈ പ്രൊഡക്ട്സ് ഓഫ് ഇനേർഷ്യ എല്ലാം സീറോ ആയിപ്പോയി. അങ്ങനെയുള്ള ആക്സസിനെയാണ് പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസിൽ അപ്പോൾ ഇത് വേറൊരു രീതിയിൽ എൻ്റെ മക്കളൊന്ന് ചിന്തിച്ചേ. ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു റിജിഡ് ബോഡീനെ അല്ലെങ്കിൽ ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രിൻസിപ്പൽ ആക്സസിൽ വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ? ആയിരിക്കത്തില്ല, വളരെ സ്മൂത്ത് ആയിരിക്കും. കാരണം അവിടെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എല്ലാം സീറോ ആയി, ഡയഗണൽ മാത്രമേ ഉള്ളൂ. അത് വളരെ സ്മൂത്തായിട്ടുള്ളതായിരിക്കും. അതേസമയം പ്രിൻസിപ്പൽ ആക്സസിലല്ല നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷേക്കിംഗ് ആയിട്ടുള്ള റൊട്ടേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റൊട്ടേഷൻ കുറച്ച് സ്മൂത്ത് ആവണമെങ്കിൽ അതിനെ പ്രിൻസിപ്പിൾ ഓഫ് ആക്സസിൽ കൂടെയുള്ള റൊട്ടേഷൻ ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ആക്സസിലെ റൊട്ടേഷൻ എപ്പോഴും ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനിയും ഓക്കെ, അപ്പോൾ ഇപ്പം വേറൊരു കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ സിമെട്രിക് ആക്സസും ഒരു ബോഡിയുടെ എല്ലാ സിമെട്രിക്കൽ ആക്സസും പ്രിൻസിപ്പൽ ആക്സസ് ആയിരിക്കും. പക്ഷേ എല്ലാ പ്രിൻസിപ്പൽ ആക്സസും സിമെട്രിക് ആക്സസ് ആവണം എന്നില്ല. മനസ്സിലായോ? എല്ലാ സിമെട്രിക് ആക്സസ് ഓഫ് ഓൾ സിമെട്രിക് ആക്സസ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് കൺസിഡർ ആസ് എ പ്രിൻസിപ്പൽ ആക്സസ്, ബട്ട് ഓൾ ദ പ്രിൻസിപ്പൽ ആക്സസ് മേ ഓർ മേ നോട്ട് ബി ദ സിമെട്രിക് ആക്സസ്. ചിലപ്പോൾ സിമെട്രിക് ആക്സസ് ആവാം, പക്ഷേ പ്രിൻസിപ്പൽ ആക്സസ് എല്ലാം തന്നെ സിമെട്രിക് ആക്സസ് ആവണം എന്ന് നിർബന്ധമില്ല. ഒരു ക്വസ്റ്റ്യനിൽ സിമെട്രിക് ആക്സസ് എന്ന് തന്നാൽ അത് പ്രിൻസിപ്പൽ ആക്സസ് ആയിരിക്കും. കാരണം എല്ലാ സിമെട്രിക് ആക്സസും പ്രിൻസിപ്പളാണ്, പക്ഷേ എല്ലാ പ്രിൻസിപ്പിളും സിമെട്രിക് അല്ല, അല്ലേ? അത്രയും ഓർത്താൽ മതി. ഓക്കെ,
അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസിൽ ഇനേർഷ്യ ടെൻസർ ഡയഗണൽ ആകും. അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള സ്പിന്നായിരിക്കും കിട്ടുന്നത്. പ്രിൻസിപ്പൽ ആക്സസിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്പിന്നുകളായിരിക്കും കിട്ടുന്നത്. നോക്കിയേ, ദ പ്രിൻസിപ്പൽ ആക്സസ് ആർ ദ സ്പെഷ്യൽ ഡയറക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സിസ്റ്റത്തിൻ്റെ എന്താണ് ആംഗുലാർ മൊമെൻറ്റം, അതായത് ആംഗുലാർ മൊമെൻറ്റം ആണ് എൽ. അത് എന്താണ് ആംഗുലാർ വെലോസിറ്റിയുമായിട്ട് പാരലൽ ആവുന്ന സമയം. ഓക്കെ, അത് നമ്മൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി നമ്മളെപ്പോഴും ദ ഡയഗണൽ, ഇഫ് വി ഡയഗണലൈസ് ദ ടെൻസർ വി ഗെറ്റ് എ ഫോം വിത്ത് ഒൺലി I1, I2, I3. ഇതിൽ അപ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സസിനെ നമ്മൾ 1, 2, 3 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ I1, I2, I3 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ആക്സസ് അലോങ് വിച്ച് ദിസ് ഫോം ഹോൾഡ് ആർ കോൾഡ് പ്രിൻസിപ്പൽ ആക്സസ്. അപ്പോൾ ഏത് ആക്സസിലാണോ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഏത് ആക്സസിൽ കൂടെ കറക്കുമ്പോഴാണോ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഇനേർഷ്യ ടെൻസർ ഈ ഫോമിൽ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചുമ്മാ പറഞ്ഞാൽ, ഒരു ചുമ്മാ ഉള്ളൊരു എക്സാമ്പിൾ, ഒരു പൊട്ട എക്സാമ്പിൾ മിസ് പറഞ്ഞാൽ, നമ്മളൊരു റിജിഡ് ബോഡി നമ്മൾ എടുത്തു, അതിനെ ഒരു പെർട്ടിക്കുലർ ആക്സസ് മിസ് മാർക്ക് ചെയ്തു. അപ്പം എന്തെങ്കിലും ഒരു റിജിഡ് ബോഡി എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ആക്സസ് മിസ് മാർക്ക് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് മിസ് അതിന് ഇനേർഷ്യ ടെൻസേഴ്സിനെ എഴുതി. ഓക്കെ, ഇനി ആ ബോഡിയുടെ തന്നെ വേറൊരു ആക്സസ് മാർക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിച്ചു. ഇങ്ങനെ വേറൊരു ആക്സസ് ഇങ്ങനെ പല ആക്സസ് റൊട്ടേറ്റ് ചെയ്ത് മിസ് ഇനേർഷ്യ ടെൻസർ എഴുതി കഴിഞ്ഞാൽ ഏത് ഇനേർഷ്യ ടെൻസറിലാണോ പ്രൊഡക്റ്റ് ഓഫ് ടെൻസേഴ്സ് 0 ആയിട്ട് ഡയഗണലി മാത്രം വാല്യൂ കിട്ടുന്നത്, ഡയഗണൽ എന്ന് വെച്ചാൽ I1, I2, I3 നല്ല കിട്ടുന്നത്, I1, I2, I3ക്ക് ഓരോ വാല്യൂ കിട്ടും. ഇപ്പോൾ I1 ma²/2 എന്നോ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ 0 ആയിട്ട് ഡയഗണലി മാത്രമേ വാല്യൂ വന്നിട്ടുള്ളെങ്കിൽ ഞാൻ പറയാം ആ ഒബ്ജക്റ്റിൻ്റെ, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു ഏത് ആക്സസിൽ അങ്ങനെ വന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ്. അപ്പോൾ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ വീണ്ടും സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. വേറെ ഏതെങ്കിലും ആക്സസ് റൊട്ടേറ്റ് ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, അത് ഷേക്ക് ആയിട്ടൊക്കെ പോകും. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് എനിക്ക് ആ ബോഡീനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ശരിക്കും, അത് നമ്മൾ ആ ഒരു എക്സാമ്പിൾ, ആ ഒരു കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ശരിക്കും അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇതിൻ്റെ ഹയർ ലെവൽ നമുക്ക് തനിയെ പഠിക്കാവുന്നതേ ഉള്ളൂ. മിസ് ഒരു ബേസ് ഇട്ട് തരുവാണ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദ ബോഡി, അപ്പോൾ നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സസിൻ്റെ ദ ബോഡി സ്പിൻ സ്മൂത്ത്ലി ആൻഡ് സ്റ്റേബിളി, ദ ഇനേർഷ്യ ടെൻസർ ബിക്കംസ് ഡയഗണൽ. ഓക്കെ, അപ്പം നമുക്കറിയാം L = I ഒമേഗ ആണ്. അപ്പോൾ I പ്രിൻസിപ്പൽ ആക്സസ് ആണ്, ഡോട്ട് ഒമേഗ. അപ്പോൾ ഇതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പൽ ആക്സസിൻ്റെ മക്കൾ നോക്കിയേ, ഈസി ടു വർക്ക് വിത്ത്. അതായത് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ നമ്മുടെ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിലുള്ള നമ്മുടെ ആ വർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. സോ അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് കണ്ടുപിടിക്കാനായിരിക്കും. കാരണം ഓരോ റിജിഡ് ബോഡിയുടെയും പ്രിൻസിപ്പൽ ആക്സസ് കണ്ടുപിടിച്ചാൽ വർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് കണ്ടുപിടി എന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, യൂസ് ദം. അപ്പം ടു ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആക്സസ്, യൂസ് ദം ടു സിംപ്ലിഫൈ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഏത് ആക്സസിൽ കൂടെ കറക്കുമ്പോഴാണ് എൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യാസ് 0 ആയിട്ട് ഡയഗണലി മാത്രം വാല്യൂസ് കിട്ടുന്നത്, അത്തരം ആക്സസുകളെയാണ് പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഓക്കെ, ഇത് തന്നെ മിസ് പിന്നെയും മറിച്ചും തിരിച്ചും നിങ്ങൾക്ക് മനസ്സിലാവുന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ കേട്ടോ. വെൻ ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, യു ക്യാൻ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആക്സസ് വിച്ച് സിംപ്ലിഫൈ ദ പ്രോബ്ലം. അതായത് ആക്സസ് ഓഫ് റൊട്ടേഷൻ എപ്പോഴാണോ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ആയിരിക്കണം പ്രിൻസിപ്പൽ ആക്സസ് എപ്പോഴും പോകുന്നത് കേട്ടോ. ദ പ്രിൻസിപ്പൽ ആക്സസ് ആർ ദ ആക്സസ് അബൌട്ട് വിച്ച് ദ ഒബ്ജക്റ്റ് സ്പിൻ സ്മൂത്ത്ലി ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദീസ് ആക്സസ് ആർ കോൾഡ് പ്രിൻസിപ്പൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ പ്രിൻസിപ്പൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ സമയത്ത് കിട്ടുന്ന നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടല്ലോ. ഇപ്പോൾ I1 വാല്യൂ ബാക്കി 0, 0, 0, I2 വാല്യൂ 0, 0, I3. ഈ I1, I2, I3 ആ സമയത്തെ അതിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇത് ഓർത്തോണം, ആക്സസ് ഓഫ് റൊട്ടേഷൻ എപ്പോഴും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് പ്രിൻസിപ്പൽ ആക്സസ് കിട്ടുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസ്
എന്താണ് നമുക്കറിയാം സിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, അസിമെട്രിക് വരുമ്പോഴാണ് പാടാവുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, സ്പിന്നിങ് അബൌട്ട് എ പ്രിൻസിപ്പൽ ആക്സസ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് മീൻസ് സ്മൂത്ത് റൊട്ടേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, വിത്ത് നോ ക്രോസ് സെക്ഷൻ ടേംസ് ഇൻ ദ ഇനേർഷ്യ ടെൻസർ. ദിസ് ഈസ് വൈ പ്രോബ്ലംസ് ഒഫൻ ഫോക്കസ് ഓൺ ആക്സസ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അതുകൊണ്ടാണ് മിക്ക പ്രോബ്ലവും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഉള്ളത് എന്ന് നമ്മളോട് പറയുന്നത്. കാരണം അതെന്ത് ചെയ്യും, കാൽക്കുലേഷനെയും ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനെയും ഒക്കെ സിംപ്ലിഫൈ ചെയ്യും. അന്ന് നമുക്കറിയില്ല സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോവുക എന്ന് പറയുന്നത് ശരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, പിന്നെ ഡയഗണലൈസേഷൻ ആൻഡ് സിമെട്രി. ഇഫ് ബോഡി ഹാസ് സിമെട്രി, ഒരു ബോഡി സിമെട്രി ആണെന്ന് വിചാരിക്കുക, അത് സ്പിയർ ക്യൂബ് എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ദ ഓഫ് ഡയഗണൽ ടേംസ് മേ ബി സീറോ ഡയറക്ട്ലി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈൽ എന്താണ് ഡൂയിങ് സം പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വേണം. എന്താണ് സിമെട്രിക് ആയിട്ടുള്ള ബോഡി, ഇപ്പോൾ ഒരു സ്ക്വയർ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ക്യൂബൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഫ് ഡയഗണൽ ടേംസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അങ്ങ് സീറോ ആയി പോയിക്കോളും. നമ്മളത് കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളോട് പറയാം, ഒരു സ്ക്വയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ടെൻസേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നോർമലി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, IXX അല്ലെങ്കിൽ I1 I2 I3 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയെല്ലാം നോർമലി സീറോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാരണം സിമെട്രിക് ആണ്. ഫോർ അതർ ബോഡീസ് വി യൂസ്. ഇനി വേറെ ബോഡീസിന് നമുക്ക് ഐഗൺ വാല്യൂസും വെക്ടേഴ്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ്. പിന്നെ നമുക്ക് അടുത്ത പാർട്ടിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എന്താണ് ഇനേർഷ്യ ടെൻസർ എന്താണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അബൌട്ട് ദി കൺസെപ്റ്റ്സ്. ദാറ്റ് ഈസ്, ഫസ്റ്റ് വി ഹാവ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ സ്കെയിലാർ ടേംസിന്, അല്ലെങ്കിൽ സ്കെയിലാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. 1 ഡയമെൻഷനെ ഫോക്കസ് ചെയ്തിട്ട് 3 ഡയമെൻഷനിൽ വരുമ്പോഴാണ് ഇനേർഷ്യ ടെൻസറുകളുടെ ആവശ്യം വരുന്നത്. ഇനേർഷ്യ ടെൻസേഴ്സ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രിൻസിപ്പൽ ആക്സസിൻ്റെ കാര്യം പറഞ്ഞു. ഇനേർഷ്യ ടെൻസർ ഒരു മെട്രിക്സ് ആണ് 3/3. അപ്പോൾ അതിൻ്റെ ഡയഗണൽ മാത്രം I1 I2 I3ക്ക് മാത്രം വാല്യൂ വന്നിട്ട് ബാക്കി 0 ആകുന്നതിനെയാണ് പ്രിൻസിപ്പൽ ആക്സസ്. പ്രിൻസിപ്പൽ ആക്സസ് കണ്ടുപിടിച്ചാൽ അത് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള റൊട്ടേഷൻ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. കൺസെപ്റ്റ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാനുണ്ടേ. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, താങ്ക് യു.